ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. ക്രീം ചീസ് കേക്കാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കുമാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. എനിക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 50 മില്ലി പാലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/4 കപ്പ് ക്രീം ചീസ് നമുക്ക് ആഡ് ചെയ്യാം. ഇത് ഹോം മെയ്ഡ് ക്രീം ചീസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവേ. ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്യാം. ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് ഒരുപാട് ഇട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഈ പരുവം ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇവിടെ മൈദ ഞാൻ 5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്, ഒരു 1/2 കപ്പ് ഇല്ല. പിന്നെ നമുക്കിതിനാവശ്യം 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൊടിയാണ്. അതായത് ഒരു 1/4 കപ്പിന് താഴെയായിട്ട് വരും. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്ക് 4 മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ സെപ്പറേറ്റ് ആക്കി മാറ്റാം. മഞ്ഞ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുറുക്കി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ക്രീം ചീസും പാലും ബട്ടറും ഉള്ള മിക്സ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇത് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിരുന്നില്ലേ, അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. കുറച്ചായിട്ടിട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവനും നമുക്ക് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം എടുക്കാം. അതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. അത് ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആവശ്യമെന്നുണ്ടെങ്കിൽ വാനില എസൻസും കൂടെ ഒഴിക്കാം. ഞാൻ ഇതിൽ വാനില എസൻസ് ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നാരങ്ങയുടെ തൊലിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് വെള്ളയില്ലാതെ നല്ല നാരങ്ങ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നന്നായിട്ട് സ്റ്റിഫ് ആവാൻ പാടില്ല. ഇത് ഇതുപോലെ ഒരു ക്രീമി പരുവത്തിൽ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന മിക്സിലോട്ട് കുറച്ചായിട്ട് ഇട്ട് ആഡ് ചെയ്തെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് മിക്സാക്കി എടുക്കാൻ. കട്ട് ആൻഡ് ഫോൾഡറിൽ വേണം മിക്സാക്കാൻ. മുഴുവനും ഞാനിത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡാണ്. അതിൽ ഞാൻ ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് ഒരു 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ മോൾഡിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാൻ. ഞാനിതിവിടെ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത്. ഓവനിലാണെങ്കിലും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. ആദ്യത്തെ ഒരു 20 മിനിറ്റ് സിമ്മിലിട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം കേക്ക് പൊങ്ങി വന്നതിന് ശേഷം നമുക്കൊരു സിമ്മ് കുറച്ചും കൂടെ ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം. ടോട്ടൽ ഒരു 40 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്താൽ മതി. അത്രയും ടൈം മതി. അപ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇത് കണ്ടില്ല, ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലി പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്രീം ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൈ.